വറഫഅനാ ലക ദിക്റക്. ഒരായത്തിൽ അല്ലാഹു പറയുന്നു, നബിയെ അങ്ങയുടെ ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ നാം നിങ്ങൾക്ക് ഹൗലുൽ കൗസറിനെ നൽകിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ അങ്ങ് അത്യുത്കൃഷ്ടമായ സ്വഭാവ മഹിമയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഈ നബി ഒന്നും ഉച്ചരിക്കുന്നില്ല, അത് നാം അറിയിച്ചു കൊടുക്കുന്ന വെളിപാടല്ലാതെ ഈ മുഹമ്മദ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതൊന്നും ദേഹേച്ഛയിൽ നിന്നല്ല, സ്വന്തം അഭിപ്രായം ഈ നബി പറയുന്നേ ഇല്ല. അങ്ങനെ സ്വഹിതം സംസാരിക്കുന്നില്ല, ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഞാൻ അറിയിച്ചു കൊടുക്കുന്ന വഹിയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് തന്റെ ദാസനെ രാത്രി സഞ്ചരിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അമ്പിയാക്കൾക്ക് ഇമാമത്ത് നിൽക്കണം. ഖുദ്സിന്റെ സ്മരണകളിൽ ഈ വിനീതൻ ജോർദാനിൽ ചാവുകടലിന്റെ തീരത്ത് പോയപ്പോ ആ ചാവുകടലിന്റെ പുറത്ത് മഗ്രിബിന് ശേഷം മെല്ലെ ബൾബുകൾ മിന്നിയപ്പോ ജോർദാനിലെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അതാണ് ബൈത്തുൽ മഖ്ദിസ്. ചാവുകടലിന്റെ തീരത്തിനപ്പുറത്ത് അമ്പിയാക്കളുടെ പാദസ്പർശം കൊണ്ട് പുണ്യപൂരിതമാക്കപ്പെട്ട പ്രദേശം പരിശുദ്ധ മുസ്തഫാന്റെ മെഹ്റാജിന്റെ തുടക്കമായ ആ ഉന്നതമായ ബൈത്തുൽ മഖ്ദിസ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ കുടുംബത്തിന്റെ നേതാവ്, ആകാശഗോളങ്ങൾ ചുറ്റി സഞ്ചരിച്ചു വന്ന നേതാവ്. അത്ഭുതകരമേ ഈ മഹത്വം, അതിശയകരമേ ഈ പവിത്രത. ഇത് ലോകത്താർക്കും ഇന്നോളം വരാത്തതും ഒരാൾക്കും ലഭിക്കാത്തതും ഒരു രാത്രിയുടെ ഒരു ചെറിയ അംശം കൊണ്ട് സൗരയൂഥങ്ങൾ, താരാപഥങ്ങൾ, ഉൽക്കകൾ, കൊള്ളിമീനുകൾ, വാൽനക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾക്കിടയിലൂടെ ഊറുല്യങ്ങൾ വരിവരിയായിട്ട് അണിചേർന്ന് നിന്നുകൊണ്ട് കൗതുകത്തോടെ അതിനേക്കാൾ മലായിക്കത്ത് നിന്നു. കാണട്ടെ ഈ ലോക നേതാവിനെ, കാണട്ടെ ഈ ലോകത്തിന്റെ ചക്രവർത്തിയെ, അവിടുത്തെ തിരുമുഖം ദർശിക്കട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ എഴുന്നള്ളി വരുമ്പോ, മലായിക്കത്തിന്റെ അകമ്പടിയോടെ വരുമ്പോ ആകാശഗോളങ്ങളിൽ മുഴുവൻ അന്ന് രാത്രി പെരുന്നാളാണ്. ഇത് മുഹമ്മദിന്റെ ആഗമനമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒന്ന് നിൽക്കണേ മുഹമ്മദേ, ഹംനെ ജി ഭർ കെ ദേഖാ നഹീ ഹൈ. ഞങ്ങളൊന്ന് കണ്ണ് നിറയെ കാണട്ടെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നിൽക്കണേ മുഹമ്മദേ, ഠഹറോ ഠഹറോ സറായ മുഹമ്മദ്, ഹംനെ ജി ഭർ കെ ദേഖാ നഹീ ഹൈ. ഒന്ന് കണ്ണ് നിറയെ കാണട്ടെ പ്രവാചകനെ, വിമോചകനെ. വീണ്ടും സൂറത്തുൻ നജ്മിലേക്ക് വന്നാൽ അല്ലാഹു പറഞ്ഞു, മാസാഗൽ ബസറു വമാ തഗാ. മെഹ്റാജിന്റെ രാത്രി പല അത്ഭുതങ്ങളും നബി കണ്ടു. കാണാത്ത ലോകങ്ങൾ കണ്ടു, അത്ഭുതകരമായ രഹസ്യങ്ങൾ കണ്ടു, അതിശയങ്ങൾ കണ്ടു, കോരിത്തരിപ്പിക്കുന്നത് കണ്ടു. സിദ്റത്തുൽ മുൻതഹ മരത്തെ ചുറ്റി പടർന്നു കിടക്കുന്ന നക്ഷത്ര വ്യൂഹങ്ങളെ കണ്ടു. അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ച മാലാഖമാരുടെ സാന്നിധ്യം കണ്ടു. കാണാത്ത ഉപരിലോകങ്ങൾ കണ്ടു, കേൾക്കാത്ത സ്വരങ്ങൾ കേട്ടു. മാസാഗൽ ബസറു,
എന്നിട്ടും ഈ നബിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. ഒരു അപമര്യാദയും മുഹമ്മദ് കാട്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതങ്ങൾക്ക് മുമ്പിലും പക്വതയോടെ, വിനയത്തോടെ, ഗാംഭീര്യത്തോടെ നിലകൊണ്ട സംസ്കാരത്തിന്റെ അധ്യാപകനെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയും ചൊല്ലണം ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണത്? അല്ലാഹു അവർക്ക് വേണ്ടി അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരായത്തിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കയ്യനക്കിയതിൽ മാതൃകയുണ്ട്. ഒരു സ്ത്രീ ഒരു ദിവസം വന്നുകൊണ്ട് പറഞ്ഞു, ആ കയ്യൊന്ന് കാണിക്കുമോ, ഞാൻ ഉടമ്പടി ചെയ്യട്ടെയോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് മറുപടി പറഞ്ഞു, ഞാൻ സ്ത്രീകൾക്ക് ഷൈക്കൻഡ് കൊടുക്കാറില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് പല രാഷ്ട്ര നേതാക്കന്മാരും സ്ത്രീകളെ ഷൈക്കാൻഡ് ചെയ്യുന്നു. 12 വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നപ്പോ എത്രയോ ഇതുപോലുള്ള ഘട്ടങ്ങളിലൂടെ ഈ വിനീതൻ കടന്നു പോയിട്ടുണ്ട്. നീട്ടിയ കയ്യിന്റെ മുമ്പിൽ കൈ ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ആ മന്ദഹാസം തെളിഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകമര്യാദകൾ പഠിപ്പിക്കുമ്പോ, ധാർമ്മിക ഉപചാരങ്ങൾ പഠിപ്പിക്കുമ്പോ കൈകൊടുക്കുന്നത് ഏറ്റവും വലിയ സംസ്കാരമാക്കിയതും ഈ പരിശുദ്ധ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈക്കൻഡ് കൊടുക്കുമ്പോ അത് അത്ഭുതകരമായ ഷൈക്കൻഡായിരുന്നു. അപരൻ കൈ പിൻവലിക്കുന്നവരെ നബി പിൻവലിക്കാറുണ്ടായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. കൈ കൊടുത്ത ആള് കൈ പിൻവലിക്കുന്നവരെ റസൂലുള്ളാഹ് പിൻവലിക്കൂല. ആളെ ഓണർ ചെയ്യാണ്, റെസ്പെക്ട് ചെയ്യാണ്. അള്ളാഹിന്റെ റസൂലിന്റെ കൈ കിട്ടിയാൽ ആരെങ്കിലും പെട്ടെന്ന് വിടുവോ? എന്തൊരു പ്രയാസമായിരിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന് കൈ കൊടുത്തു എന്നുള്ള കാരണത്താൽ ആ വലത്തെ കൈ കൊണ്ട് തൻ്റെ രഹസ്യഭാഗങ്ങൾ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഒരിക്കലും മരിക്കുന്നവരെ. ശരീരത്തിൻ്റെ ഔറത്ത് ഒരിക്കലും തൻ്റെ വലത്തെ കണ്ടുകൊണ്ട് സ്പർശിച്ചിട്ടില്ല, റസൂലിന് കൈ കൊടുത്ത കൈയായതുകൊണ്ട്. ഒരു സഹാബിയുടെ പെരടി ഒരു ദിവസം റസൂലുള്ള തടവി. ഈ പെരടിയിലുള്ള മുടി ഒരിക്കലും നീക്കിയില്ല. പിന്നെ ആ മുടി അവിടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മറ്റൊരായത്തിൽ പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അവനാണ് തന്റെ റസൂലിനെ നിയോഗിച്ചത് അല്ലാഹു സത്യമാർഗവുമായിട്ട്, ഹഖുമായി, സന്മാർഗവുമായിട്ട് തന്റെ റസൂലിനെ നിയോഗിച്ചു. അവിടെയും പരിശുദ്ധ റസൂലിനെ പ്രകീർത്തിച്ചു. വേറെ ഒരായത്തിൽ പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നിങ്ങൾ നബിയുടെ ശബ്ദത്തെക്കാൾ ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കരുത്. വേറെ ഒരായത്തിൽ പറഞ്ഞു, വഇദ് അഖദല്ലാഹു മീസാഖൻ മിനൻ നബിയ്യീൻ. അല്ലാഹു മറ്റു പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങിയ, ഉടമ്പടി ചെയ്ത സന്ദർഭം അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് വരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം അവസാനിപ്പിച്ച് ആ നബിയെ പിൻപറ്റുമോ? ആദം മുതൽ ഈസ വരെയുള്ളവരോട് ഒരൊറ്റ ചോദ്യം ഉണ്ടായിട്ടുള്ള അല്ലാഹുവിന്, മുഹമ്മദ് വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിൻപറ്റുമോ? ആ ചോദ്യം വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരിക്കലും അവരുടെ കാലത്ത് നബി വരൂല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവര് പിൻപറ്റേണ്ട ഒരു ആവശ്യം ഉദിക്കുന്നില്ല, പ്രാക്ടിക്കലി ഉദിക്കുന്നില്ല, പ്രായോഗികമായി ഉദിക്കുന്നില്ല. പക്ഷെ താത്വികമായി ഉദിക്കുന്നുണ്ട്. എന്താണത്? നബിയെ ബഹുമാനിക്കുക എന്നതാണ് ആ തത്വം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിൻപറ്റുമോ?
ഖാലൂ അഖ്റർനാ, അവർ പറഞ്ഞു ഞങ്ങൾ കരാറ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് നബി ആദ്യവും അന്ത്യവുമാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വരവ് അവസാനാണെങ്കിലും നബിയുടെ വ്യക്തിത്വം ആദ്യമാണ്. ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അത്ഭുതം. ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. പ്രഥമം അന്തിമം. ആദമിനോട് വരെ ചോദിച്ചു അല്ലാഹു അന്ത്യപ്രവാചകൻ വരുമ്പോ, അപ്പൊ ആദ്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.